ഞാൻ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത ഒരു സാധനം ഉണ്ട് കേട്ടോ. അതായത് ഈ വിൽവാടെ മിൽക്ക് ഡ്രോപ്സ് ഉണ്ടല്ലോ. ഞാൻ ഒരു സ്കിൻ കെയറും ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ തന്നെ 24 ഗോൾഡ് സിറം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് എന്നും എല്ലാം ഒന്നും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ ഡെയിലി നോക്കാറ് പോലും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് ഒത്തിരി ചേഞ്ചസ് വരും. എൻ്റെ നേരത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഞാൻ മാറിയിട്ടുണ്ടെന്നുള്ളത്. പല ആൾക്കാരും അയ്യോ ഇതെന്നാ കോലം കളിയാക്കി പറയുന്നവരുണ്ട്, സങ്കടം കൊണ്ട് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കളിയാക്കി പറയുന്നവരൊക്കെ ആദ്യമേ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. ഞാൻ ആദ്യം പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടൊക്കെ പോകുമായിരുന്നു, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രഗ്നൻസിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയും. എനിക്ക് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടും, ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയി ലിപ്സൊക്കെ. ഞാൻ പിരികൊന്നും ത്രെഡ് ചെയ്യാറില്ല, എനിക്കിതിനൊന്നും തോന്നാറില്ല. നമ്മൾ മിക്ക ദിവസവും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിലാണ്, ഭയങ്കര വോമിറ്റിംഗ് ആണ്, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഈവൻ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെയല്ലേ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. അപ്പം അത് വെച്ച് നോക്കുമ്പം ഈ ഒരു മുഖം ശരിയാക്കാൻ ഇതുണ്ടോ, എനിക്കിവിടെ ഇങ്ങനെ ഹെയർസൊക്കെ വരുന്നുണ്ട്, ഇതുണ്ടോ. അപ്പം നമുക്ക് ഒരു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് ഓക്കെ ആയിരിക്കുമോ, ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ കൺസേൺ ആവുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ചോ അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല, അതൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ഞാൻ പറയില്ല, എൻ്റെ മുഖം ഞാൻ കണ്ണാടിയിൽ നോക്കാറ് പോലും ഇല്ല. വല്ലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജസ്റ്റ് മുടി ഒന്നെടുത്ത് കെട്ടി വെക്കും എന്നല്ലാതെ ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ ഞാൻ സൺസ്ക്രീൻ വാങ്ങി വയ്ക്കാറുണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നപ്പം സൺസ്ക്രീൻസ് അല്ലെങ്കിൽ ചില കോസ്മെറ്റിക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ അതേപോലെ കൊണ്ടുവച്ചു എന്നല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, നമ്മളെ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഒരു പ്രഗ്നൻസിക്കോ അവളുടെ ഒരു മനസ്സിനോ അല്ലെങ്കിൽ അവൾ എന്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയ്ക്കോ യാതൊരു വാല്യൂവും കൊടുക്കാതെ, പ്രായത്തിൽ മൂത്തവരൊക്കെ ആയിരിക്കും, പ്രായം ഉണ്ടായിരിക്കും, പക്ഷേ അതിനൊന്നും ഒരു വില കൊടുക്കാതെ സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്. മോശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെക്ഷുവലി സംസാരിക്കുന്നവരെ മാത്രമല്ല കേട്ടോ. ഒരു പെണ്ണിനെ, അതിപ്പോൾ മകളായാലും മരുമകളായാലും എന്ത് ബന്ധമായിക്കോട്ടെ, പ്രായത്തിന് എന്തോ ആയിക്കോട്ടെ, അവൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവളെ ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലേ? അപ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. ഈ പ്രായമുള്ളവർക്കെല്ലാം ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്രായത്തിനല്ല, അവരുടെ പ്രവർത്തിക്കും സംസാരത്തിനും ഒക്കെയാണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്. ഒരു മര്യാദയില്ലാത്ത ഒരാൾക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് എനിക്ക് പലതവണ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ തോന്നിയിട്ടേ ഇല്ല. ഞാനപ്പോൾ ഈ ഒരു മിൽക്ക് ഡ്രോപ്സ്